ഹലോ വെൽക്കം ബാക്ക്. ഇപ്പോൾ ഹറിയാസ് കിച്ചൺ വന്നിട്ട് ആക്സസ് റെസിപ്പീസാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. ഇന്നത്തെ പുതിയ റെസിപ്പിയാണ് ക്യാരറ്റ് ഹൽവ ആണ്. നമ്മൾ ഈസി ആയിട്ടുള്ള പ്രൊസീജിയർ നോക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര വേണോ അത്ര ക്വാണ്ടിറ്റി എടുക്കുക. എന്നിട്ട് നമ്മൾ സ്കിന്നൊക്കെ പീലാക്കിയിട്ട് ഞാൻ കട്ടാക്കി വെച്ചിട്ടുണ്ട്. ഫ്രണ്ടും അതിൻ്റെ ബാക്ക് പോർഷൻ നോട്ട് പോലെ ഉണ്ടാവില്ലേ, അത് ഞാൻ കട്ടാക്കി വെച്ചതാണ്. എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഡ്രൈ ആക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു സ്ക്രേപ്പർ എടുത്തിട്ട് നന്നായിട്ട് സ്ക്രേപ്പ് ചെയ്ത് എടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ചോപ്പർ ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ക്രേപ്പർ ആണെങ്കിൽ അത് നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടം അങ്ങനെ ചെയ്തെടുക്കുക. ചെറുതായിട്ട് ചോപ്പ് ചെയ്താലും മതിയാവും ചോപ്പറിൽ. ക്യാരറ്റിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് പറയാം. ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി, പ്രിവെൻറ്റ്സ് ക്യാൻസർ, packed with antioxidant, has antifungal properties, rich in vitamin A. Carrots benefits for blood pressure regulation, supports cholesterol balance and heart health, strengthens your bones, cleans the body, improves kidney functions ആണ്. അതിനുശേഷം നമ്മൾ ഇങ്ങനെ ചിരകിയതിന് ശേഷം ഒരു കുക്കറിൽ ഇട്ടിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. ഫ്രഷ് പാലാണ് എടുത്തിട്ടുള്ളത്. ഞാനിത് ബോയിൽ ചെയ്തിട്ട് തണുത്ത പാലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ ബോയിൽ ചെയ്യാണ്ട് തന്നെ ഇട്ട് കൊടുക്കുക, ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ 2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ കുറച്ച് ക്യാരറ്റിൻ്റെ മുകളിലായിട്ട് പാലുണ്ടാവണം. നമുക്ക് ഒരു 3 വിസിൽ നമുക്ക് വേവിച്ച് എടുക്കാം. കുക്കറൊക്കെ അടിച്ചിട്ട് നിങ്ങൾക്ക് പാത്രത്തിൽ കുക്കറിൽ വേണ്ടെങ്കിൽ പാത്രത്തിൽ തന്നെ നിങ്ങൾക്ക് കുക്ക് ചെയ്യാം. അത് കുറച്ച് ടൈം എടുക്കും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വേണ്ടി വരും നമ്മൾ പാത്രത്തിൽ കുക്ക് ചെയ്യണമെങ്കിൽ. ഇതാ നമ്മളുടെ ക്യാരറ്റ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ചൂടൊന്ന് ആറിയതിന് ശേഷം നമ്മൾ വിസിലൊന്ന് മാറ്റിയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഇതാ നമ്മളുടെ അത് ചീസ് പോലെ ഒന്നും ആയിട്ടുണ്ടാവും. എന്താ പറയുക, നമ്മൾ പാലല്ല ഒഴിച്ചത്, അതൊന്നും കുഴപ്പമില്ല കേട്ടോ, അത് നല്ലത് തന്നെ. ഇതാ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ ക്യാരറ്റൊക്കെ നല്ല വെന്തിട്ട് എക്സ്ട്രാ പാൽ കുറച്ച് അതിൽ ഉണ്ട്, അത് നമുക്ക് ഡ്രെയിൻ ആക്കി എടുത്താൽ അത് ഡ്രെയിൻ ആയിക്കോളും. ഇപ്പോൾ നമ്മൾ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് നമ്മൾ ഈ ക്യാരറ്റ് വേവിച്ച് വെച്ചിട്ടുണ്ടായില്ലേ, അതെല്ലാം നമ്മൾ ഈ പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആ പാലും ആഡ് ചെയ്ത് കൊടുത്താൽ അത് ഡ്രെയിൻ ആയിക്കോളും, ഒന്നും കുഴപ്പമില്ല. നിങ്ങൾക്ക് അത് വേണ്ടെങ്കിൽ മാറ്റാം, നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിവിടെ ഡ്രെയിൻ ആക്കിയിട്ടാണ് വെക്കണത്. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. കുറച്ചും കൂടി നമ്മൾ ഇത് ഒന്ന് വറ്റിച്ചെടുക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും ക്യാരറ്റ് ഹൽവാൻ്റെ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഡ്രെയിൻ ആക്കാൻ വയ്ക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമാണ് വെക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഇതായിപ്പോവും, കരിഞ്ഞു പോവും. നിങ്ങൾക്ക് പാല് വേണ്ടെങ്കിൽ നിങ്ങൾ വെള്ളത്തിൽ തന്നെ കുക്ക് ചെയ്തിട്ട് വെള്ളം ആഡ് ചെയ്താലും മതിയാവും. ഇപ്പോൾ ഞാൻ നട്ട്സ് എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഏത് വേണം എടുക്കാം. ഞാനിവിടെ ബാദാമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നട്ട്സ് കട്ടർ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യാം, അല്ലെങ്കിൽ ഞാനിവിടെ നൈഫ് വെച്ചിട്ടാണ് ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചോപ്പ് ചെയ്യാം, എന്ത് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അതേപോലെ നിങ്ങൾക്ക് കാഷ്യൂ നട്ട്സ് വേണോ, അല്ലെങ്കിൽ ഗ്രേപ്സ് വേണോ, ഡ്രൈ ഗ്രേപ്സ്, ഏത് നിങ്ങൾക്ക് ഇഷ്ടം ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. നമ്മളുടെ ക്യാരറ്റ് എല്ലാം നന്നായിട്ട് ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മിൽക്കൊക്കെ എക്സ്ട്രാ മിൽക്കെല്ലാം നന്നായിട്ട് ബോയിലായിട്ട് ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമുക്കിത് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. നിങ്ങൾ പാൽ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ 1 വീക്കെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാം. ഇപ്പോൾ ഞാൻ ഗീ ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഗീ വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഗീ ആഡ് ചെയ്താൽ കുറച്ചും കൂടി ടേസ്റ്റ് എൻഹാൻസ് ചെയ്യും. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഒന്നും കൂടി ഹെൽത്തി ആയിട്ടുണ്ടാവും. ലേഡീസിനും ഗീ ഒരു ദിവസത്തിന് 1 സ്പൂൺ വളരെ നല്ലതാണ്. ബോൺ ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ്. മസിൽ പെയിനൊക്കെ ഉണ്ടെങ്കിൽ 1 സ്പൂൺ ഗീ കഴിച്ചാൽ വളരെ നല്ലതാണ്. ഇപ്പോൾ ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇത് നിങ്ങൾ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. എന്നിട്ട് കുട്ടികൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഹീറ്റ് ആക്കിയിട്ട് കൊടുത്താൽ വളരെ ടേസ്റ്റി ആയിട്ടുണ്ടാവും. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതിൽ ഷുഗർ ഇല്ലെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് ജാഗ്രി ഇഷ്ടമാണെങ്കിൽ ഷുഗറിന് പകരം നിങ്ങൾക്ക് ജാഗ്രി, അതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാവും. നമ്മൾ കുറച്ചും കൂടി ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സ്വീറ്റ് പോരാ തോന്നി, അതാണ്. മിൽക്ക് മെയ്ഡ് ഇപ്പോൾ ഇതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി പാക്കിൽ വന്നിട്ടുണ്ട്. 75 റുപ്പീസോ 80 റുപ്പീസോ ഉള്ളൂ. അത് നിങ്ങൾക്ക് വാങ്ങിച്ച് വയ്ക്കാം. അത് ഞാൻ ഒരു 2 ടീസ്പൂണാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്.
അത് കുറച്ചും കൂടി ടേസ്റ്റ് എൻഹാൻസ് ചെയ്യും ഗസ്റ്റൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ പാർട്ടീസോ അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ ടൈമൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി റിച്ച് ആയിട്ടുണ്ടാവും. അതാണ് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. നന്നായിട്ട് ഇപ്പോൾ നമ്മളുടെ ക്യാരറ്റ് ഹൽവ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനെ സീസണിങ് ചെയ്യാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഒരു ചെറിയ പാൻ വെച്ചിട്ട് ഇതുപോലെ ഗീ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് റോസ്റ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതേ പാനിൽ തന്നെ ഗീ ആഡ് ചെയ്തിട്ട് ഞാൻ ബാദാം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൽ തന്നെ റോസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇന്നൊരു പാത്രം നമ്മൾ വെറുതെ വാഷ് ചെയ്യാണ്ടല്ലോ പറഞ്ഞിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാൻ വെച്ചിട്ട് നിങ്ങൾ റോസ്റ്റ് ആക്കിയിട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ ക്യാരറ്റ് ഹൽവ റെഡിയാണ്. യമ്മി ആൻഡ് ടേസ്റ്റിയാണ്. ഇത് നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം ഒന്ന് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീനെ ഷെയർ ചെയ്യുക. ബർത്ത്ഡേ പാർട്ടീസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയ ഫംഗ്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം മുമ്പേ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക. എന്നിട്ട് സെർവ് ചെയ്യണ മുമ്പ് നിങ്ങൾക്ക് ചില്ലായിട്ടോ അല്ലെങ്കിൽ ഹോട്ടായിട്ടോ സെർവ് ചെയ്താൽ നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ഐസ്ക്രീം വെച്ചിട്ട് സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റി ആൻഡ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിരിക്കും. ഐസ്ക്രീം വെച്ച് സെർവ് ചെയ്താൽ വളരെ യമ്മിയാണ് ആൻഡ് ഹെൽത്തിയാണ്. കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്ലീസ് ഷെയർ. ഈസിലി അവൈലബിൾ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ റെസിപ്പി ചെയ്തിട്ടുള്ളത്. വളരെ ഈസിയാണ്, സിമ്പിളാണ്, കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു റെസിപ്പിയാണ്. ഇത് ബിരിയാണീൻ്റെ കൂടെ നമുക്ക് ഡെസേർട്ടായിട്ട് സെർവ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.